ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് നാച്ചുറലായിട്ട് കൊതുകുകളൊക്കെ ഓടിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഇതുപോലെ ഒരു പരന്നിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ച് ടൂത്ത് പേസ്റ്റ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയോ വിളക്കെണ്ണയോ ഏത് എണ്ണ വേണമെങ്കിലും ഇതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് എണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ടൂത്ത് പേസ്റ്റും എണ്ണയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മളെ പ്രാണികളുടെ ഒക്കെ ശല്യം കുറക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. ഇനി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 3 കർപ്പൂരം കൂടി ഇതിലേക്ക് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് നമ്മുടെ വീടിനകത്തൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിതാ കർപ്പൂരം കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിരിയാണ് വേണ്ടത്. അപ്പോൾ തിരി ഇല്ലെങ്കിൽ തുണി ചുരുട്ടിയിട്ട് ഇതുപോലെ തിരി പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി അത് ഈ എണ്ണയിലൊന്ന് മുക്കിയിട്ട് നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ വൈകുന്നേര സമയത്താണ് കൂടുതലായിട്ട് കൊതുകിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവാറ്. ആ ഒരു സമയത്താണ് കൊതുകൊക്കെ വീടിനുള്ളിലേക്ക് വരാറ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെയൊക്കെ ശല്യം കുറക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ കൊതുക് തിരിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ ശ്വസിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.